ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മാസ്റ്റർ കീ അക്കാദമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും LGS നിലവാരത്തിലുള്ള പരീക്ഷകളുടെ സിലബസിനെ അടിസ്ഥാനമാക്കി കേരള ചരിത്രം അല്ലെങ്കിൽ കേരള നവോത്ഥാന ചരിത്രം എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. മാസ്റ്റർ കീ അക്കാദമിയുടെ കോഴ്സുകളെ സംബന്ധിച്ചും മാസ്റ്റർ കീ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കോഴ്സുകൾ ജോയിൻ ചെയ്യാനും നമുക്ക് കഴിയും. അപ്പോൾ നോക്കൂ ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LGS ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അഥവാ LGS പരീക്ഷകളെ അടിസ്ഥാനമാക്കിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളും അവയുടെ ഡിസ്കഷനുമാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് തന്നെ സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കുക. നിങ്ങൾ ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക എന്നാണ്. ഗുരുവായൂർ സത്യാഗ്രഹം, ഈഴ മെമ്മോറിയൽ, പാലിയം സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം. അതായത് കാലഗണന ക്രമത്തിലാക്കുമ്പോൾ ആദ്യം നടന്നത്, രണ്ടാമത്, മൂന്നാമത്, നാലാമത് എന്നിങ്ങനെ ക്രമീകരിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുക. ഇവിടെ ഈ സംഭവങ്ങൾ ആദ്യം നടന്ന സംഭവം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് തർക്കം വേണ്ട. ഏതായിരിക്കും? ഈഴവ മെമ്മോറിയൽ അല്ലേ? ഒന്നാമത്തെ സംഭവം ഉറപ്പായിട്ടും ഈഴവ മെമ്മോറിയൽ ആണ്, നമുക്കറിയാം, ഈഴവ മെമ്മോറിയൽ. രണ്ടാമത്തെ സംഭവം ഏതായിരിക്കും നമുക്ക് പറയാൻ പറ്റും? രണ്ടാമത്തത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയാൻ പറ്റും, വൈക്കം സത്യാഗ്രഹം. മൂന്നാമത്തത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. നാലാമത്തത് പാലിയം സത്യാഗ്രഹം എന്നിങ്ങനെ പറയാൻ പറ്റും. കണ്ടോ, ഒന്ന് ഇവിടെ ഒന്നാമത്തെ സംഭവം, രണ്ടാമത്തെ സംഭവം, 3, 4. അപ്പൊ ഇവിടെ 2, 4, 1, 3 എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? കിടക്കുന്നു 2, 4, 1, 3. അപ്പോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം, ഓപ്ഷൻ ബി. അപ്പോ ഇന്ത്യയുടെ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ട കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട 4 സംഭവ വികാസങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തേതാണ് ഈഴവ മെമ്മോറിയൽ. നിങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു ചോദ്യമാണ് ഈഴവ മെമ്മോറിയലിനെ സംബന്ധിച്ച്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് 1896, 1896, 1896 സമർപ്പിക്കപ്പെട്ടത്. ആർക്കാണ് സമർപ്പിക്കപ്പെട്ടത് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടു. എന്തിനാണ് സമർപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഴവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഈ നിവേദനം സമർപ്പിക്കപ്പെട്ടത്. ആരുടെ നേതൃത്വത്തിലാണ്? ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിലാണ്. ആ സമയത്തെ ദിവാൻ ആരായിരുന്നു? ശങ്കര സുബ്ബയ്യ, ദിവാൻ ശങ്കര സുബ്ബയ്യ. ഒന്നാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നു. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് AD 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? മറ്റൊരു ചോദ്യം കണ്ടോ, 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്? ഓപ്ഷൻ എ ലോർഡ് ഡെഫറിൻ, ഓപ്ഷൻ ബി ലോർഡ് കഴ്സൺ, ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൺ, ഓപ്ഷൻ ഡി മേയോ പ്രഭു, ലോർഡ് മേയോ. ഇതിൽ ആർക്കാണ്? ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ. ആർക്ക്? ലോർഡ് കഴ്സൺ, രണ്ടാം ഈഴവ മെമ്മോറിയൽ. അപ്പോ ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചിട്ട് വീണ്ടും എന്തിനാണ് രണ്ടാമത് ഒരു ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ഒന്നാം ഈഴവ മെമ്മോറിയൽ നിരസിക്കപ്പെട്ട സാഹചര്യത്തിലാണ്. ഒന്നാം ഈഴവ മെമ്മോറിയൽ നിരസിക്കപ്പെട്ടതിനെ തുടർന്നാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീമൂലം തിരുനാളിന്. ഇത് റിജക്ട് ചെയ്ത ദിവാന്റെ പേര് ശങ്കര സുബ്ബയ്യ. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച ലോർഡ് കഴ്സൺ ആണ്. വൈസ്രോ അധികാരത്തിലിരിക്കെ തിരുവിതാംകൂറിൽ സന്ദർശനം നടത്തിയ ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയി ആണ് ലോർഡ് കഴ്സൺ. കഴ്സനെ കണ്ടാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടതെന്ന കാര്യം ഓർക്കുക. ലോർഡ് കഴ്സനും തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചുകൊണ്ട് ഈ ഈഴവ മെമ്മോറിയൽ നിരസിക്കുകയാണ് ഉണ്ടായത്. 1ഉം 2ഉം ഈഴവ മെമ്മോറിയൽ വഴി തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ ദുരനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കൃതിയാണ് ദി ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ. പ്രധാനപ്പെട്ട കൃതിയാണ്. അപ്പോൾ ഡോക്ടർ പൽപ്പുവിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ്
ഇൻ ട്രാവൻകൂർ, ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ ഓർത്തിരിക്കണം, മറന്നുപോയത്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ചോദ്യം കാലഗണനത്തിലാകാനായിരുന്നു. ഒന്നാമത്തെ സംഭവം നടന്നത് എന്താണ്? ഒന്നാമത്തെ ഈഴവ മെമ്മോറിയൽ 1896, 1826. രണ്ടാമത്തത് വൈക്കം സത്യാഗ്രഹമാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി അയിത്തത്തിനെതിരായി നടന്ന സംഘടിത പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. അയിത്തോച്ചാടനത്തിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി നടന്ന ആസൂത്രിത സമരം എന്നെല്ലാം അറിയപ്പെടുന്നത് വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 മാർച്ച് 30 ആരംഭിച്ചത്. മാർച്ച് 30, അതായത് 24 മാർച്ച് 30 ഉണ്ടോ? അപ്പം രണ്ടാമത് 1896 ഒന്നാം ഈഴവ മെമ്മോറിയൽ, രണ്ടാമത്തത് 1924 വൈക്കം സത്യാഗ്രഹം. ഇനി മൂന്നാമത്തെ സംഭവമാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931 നവംബർ 1. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. 4 പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം നടന്നത് 1947 ഡിസംബർ 4. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 47 ഡിസംബർ 4. അപ്പൊ ഇതാണ് കാലഗണന ക്രമത്തിൽ. അപ്പോ ഈഴവ മെമ്മോറിയൽ പറഞ്ഞു വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടിയായിരുന്നു? വൈക്കം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടി പോലും ആയിരുന്നില്ല. പിന്നെയോ വൈക്കം ക്ഷേത്രത്തിന്റെ 4 വശത്തുമുള്ള വീതിയിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കാനായി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹ നായകൻ ആരാണ് ചോദിച്ചാൽ TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ചീഫ് ലീഡർ, സത്യാഗ്രഹ നായകൻ എന്നെല്ലാം അറിയപ്പെട്ട നേതാവാണ് TK മാധവൻ. TK മാധവൻ അറിഞ്ഞിരിക്കണം. ശരി, അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് എന്തിനു വേണ്ടി? ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കാനായി നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ആരംഭിച്ച ഡേറ്റ് 1931 നവംബർ 1. 31 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹ നായകൻ ആരാണ്? K കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ കേട്ടിട്ട് കാണും, AKG. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി K കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. കേട്ട് കാണും നിങ്ങൾ. ഗുരുവായൂർ അമ്പല നടയിൽ ആദ്യമായി മണിമുഴക്കിയ അബ്രാഹ്മണൻ. ഗുരുവായൂർ അമ്പല നടയിൽ ആദ്യമായി മണിമുഴക്കിയ അബ്രാഹ്മണൻ. ഉത്തരം ആരാണ്? മറന്നുപോകരുത്. ആരാണ്? P കൃഷ്ണപിള്ള. P കൃഷ്ണപിള്ള. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ്. അടുത്ത നാലാമത്തെ സംഭവമാണ് പാലിയം സത്യാഗ്രഹം 47. എന്താണ്? നമുക്കറിയാം, എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിനടുത്തുള്ള ചേന്നമംഗലം എന്ന സ്ഥലത്ത് നടന്ന സമരമാണ് പാലിയം സത്യാഗ്രഹം. ഇതും സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കാനായി നടന്ന ഒരു സമരമാണ്. സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കാനായി, അതായത് പാലിയം ക്ഷേത്രത്തിന്റെയും കൊട്ടാരത്തിന്റെയും സമീപത്ത് കൂടിയുള്ള വീതിയിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കാനായി നടന്ന സമരമാണ് പാലിയം സമരം. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് 47 ഡിസംബർ 4 C കേശവൻ എന്ന നേതാവാണ്. പേര് പറഞ്ഞേ, C കേശവൻ. പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രമുഖ വനിതാ നേതാക്കളാണ്, കേട്ട് കാണും, ആര്യ പള്ളം, അതുപോലെ രമ അന്തർജനം, പ്രധാനപ്പെട്ട രമത്തമ്പുരാട്ടി, രമ അന്തർജനം തുടങ്ങിയിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രമുഖ നേതാക്കളാണ്, കേട്ട് കാണും. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സൗഹൃദ ജാഥ നയിച്ച വനിതയാണ് KK കൗസല്യ. KK കൗസല്യ. കൊടുങ്ങല്ലൂർ കോവിലകം, അതുപോലെ തന്നെ പാലിയം കോവിലകം, ചിറക്കൽ കോവിലകം എല്ലാം തന്നെ പാലിയം സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോവിലകങ്ങളാണ്. ഇതിൽ ചിറക്കൽ കോവിലകത്തെ തമ്പുരാട്ടിയാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രമുഖ വനിതാ നേതാവ്, ലേഡി ഓഫ് പാലിയം എന്നറിയപ്പെടുന്നത്. പേര് പറയാമോ? നേരത്തെ പറഞ്ഞു, രമ അന്തർജനം. രമ അന്തർജനം ആണ് ലേഡി ഓഫ് പാലിയം എന്ന പേരിലൊക്കെ അറിയപ്പെടുക. പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് നിരാഹാരമനുഷ്ഠിച്ചും പോലീസ് മർദ്ദനമേറ്റുമൊക്കെ തന്നെ മരണപ്പെട്ട രക്തസാക്ഷിയാണ് AG വേലായുധൻ. പാലിയം എന്ന പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്നു AG വേലായുധൻ. പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി എന്നറിയപ്പെട്ട വ്യക്തിയാണ് AG വേലായുധൻ. AG വേലായുധൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ
എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? വൈസ്രോയിസ് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് തന്റെ അംഗത്വം രാജിവെച്ച ആ വ്യക്തി ആരാണ്? അദ്ദേഹം INC പ്രസിഡന്റുമായി. മലയാളി എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നു, GP പിള്ള INC പ്രസിഡന്റ് ആയിട്ടുണ്ടോ? ആയിട്ടേ ഇല്ല. K മാധവൻ നായർ KPCC സെക്രട്ടറി ആയിട്ടില്ല. K കേളപ്പൻ KPCC പ്രസിഡന്റ് ആയി, പക്ഷെ INC പ്രസിഡന്റ് ആയിട്ടുണ്ടോ? ഇല്ല. ഇവിടുത്തെ ഒറ്റ ഉത്തരവേ ശരിയുള്ളൂ. ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. LGS നിലവാരമുള്ള പരീക്ഷകൾക്കെല്ലാം ചോദിക്കാം. ചേറ്റൂർ ശങ്കരൻ നായർ നമുക്കറിയാം അല്ലെ. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ INC പ്രസിഡന്റായ മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ഗാന്ധിയും അരാജകത്വവും. ഗാന്ധി ആൻഡ് അനാർക്കി എഴുതിയ വ്യക്തിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ എന്നെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുകയും ചെയ്യണം. റൗലറ്റ് ആക്ടിനെ അനുകൂലിച്ച ഏക നേതാവ് ആര് ചോദിച്ചു കഴിഞ്ഞാൽ ചേറ്റൂർ ശങ്കരൻ നായർ എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ആ മണിയാച്ചി സംഭവം അല്ലെ, നമുക്കറിയാം. തിരുനെൽവേലി സബ് കളക്ടർ ആയിരുന്ന വില്യം എസ്കോട്ട് ആഷെ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ വാഞ്ചി അയ്യർ, ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി വാഞ്ചി അയ്യർ. അപ്പൊ ഈ സംഭവത്തിൽ വിധികർത്താവായിരുന്ന ജഡ്ജിയും ചേറ്റൂർ ശങ്കരൻ നായർ ആയിരുന്നു. ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ചേറ്റൂർ ശങ്കരൻ നായർ. അപ്പൊ ഇവിടുത്തെ ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ. GP പിള്ള നമുക്കറിയാം, തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ നേതാവ്, കേരളത്തിന്റെ രാഷ്ട്രീയ ഗുരു എന്നെല്ലാം അറിയപ്പെട്ട വ്യക്തിയാണ് GP പിള്ള. GP പിള്ളയെ കുറിച്ച് ഓർക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് GP പിള്ളയാണ്. പത്രത്തിന്റെ പേര് മദ്രാസ് സ്റ്റാൻഡേർഡ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ദ വെരി ഫസ്റ്റ് ഇംഗ്ലീഷ് ഡെയിലി ഇൻ സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് പത്രമായ മദ്രാസ് സ്റ്റാൻഡേർഡ് ആരംഭിച്ചത് GP പിള്ള. മലയാളി മെമ്മോറിയലാണ് രണ്ടാമത്തെ വസ്തുത. മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് ബാരിസ്റ്റർ GP പിള്ളയാണ് അല്ലെ. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യമായ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം തയ്യാറാക്കിയതും ബാരിസ്റ്റർ GP പിള്ള. INCയുടെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ള. ഗാന്ധിജിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ GP പിള്ളയ്ക്ക്? എന്തുണ്ട്? ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി. ഉത്തരം ബാരിസ്റ്റർ GP പിള്ളയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ ഏത് അധ്യായത്തിലാണ് GP പിള്ളയെ പറ്റി പരാമർശിക്കുന്നത്? ഉത്തരം പൂനെയും മദ്രാസും എന്ന അധ്യായത്തിന് കീഴിലാണ്. എനിവേ അത് GP പിള്ള. ഇനി K മാധവൻ നായർ നമുക്കറിയാം, KPCCയുടെ ആദ്യ പിന്നീട് സെക്രട്ടറിയാണ് K മാധവൻ നായർ. ഈ K മാധവൻ നായരാണ് മലബാർ കലാപം എന്ന വിഖ്യാതമായ പുസ്തകം എഴുതി. കേട്ടിട്ടില്ലേ മലബാർ കലാപത്തെ കുറിച്ച്? മലബാർ കലാപം എന്ന വിഖ്യാതമായ പുസ്തകം എഴുതിയ വ്യക്തിയാണ് K മാധവൻ നായർ. ഒരു പ്രധാനപ്പെട്ട KPCC നേതാവാണ് K മാധവൻ നായർ. K കേളപ്പൻ നിങ്ങൾ ഒരുപാട് കേട്ട് കാണും. K കേളപ്പൻ കേരള ഗാന്ധി അല്ലെ. കേരളത്തിൽ ഉപ്പുസമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് K കേളപ്പൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ KPCC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് K കേളപ്പൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് K കേളപ്പൻ. വ്യക്തി സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വ്യക്തി സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏക വ്യക്തി ചോദിച്ചാൽ K കേളപ്പൻ. കേളപ്പൻ ആരംഭിച്ച മാസിക ഗ്രാമദീപം മാസിക ആരംഭിച്ച നേതാവാണ് ആര്? K കേളപ്പൻ. K കേളപ്പനെ കുറിച്ച് എഴുതപ്പെട്ട ജീവചരിത്രത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. K കേളപ്പന്റെ ജീവചരിത്രം എന്നാണ് പുസ്തകത്തിന്റെ പേര്. K കേളപ്പന്റെ ജീവചരിത്രം എഴുതിയത് ആരാണ്? ഉത്തരം മറന്നുപോയത്. ആരാണ് പറയാമോ? പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. ആരായിരിക്കും? മദ്യവിരുദ്ധ സമിതിയുടെ നേതാവൊക്കെ ആയിരുന്നു ഒരു മനുഷ്യൻ. പേര് കേട്ട് കാണും നിങ്ങൾ. എന്താണ്? AP മന്മഥൻ. അപ്പോ K കേളപ്പന്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് AP മന്മഥൻ എന്നെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി, പ്രമുഖ നേതാവെല്ലാം K കേളപ്പൻ. NSSന്റെ ആദ്യ പ്രസിഡന്റും ആര്? K കേളപ്പൻ. NSSന്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ, ആദ്യ പ്രസിഡന്റും K കേളപ്പൻ. മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ നോക്കി ഫോർമേഷൻ ഓഫ് എ മിനി പാകിസ്ഥാൻ, ഒരു
കൊച്ചു പാകിസ്ഥാന്റെ രൂപീകരണം എന്ന് വിളിച്ച വ്യക്തിയും ആരാണ്? കെ കേളപ്പനാണ് എന്നല്ല. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ് അപ്രാപ്യമാണ് എന്ന് പ്രഖ്യാപിച്ച നേതാവും ആരാണ്? കെ കേളപ്പൻ. കേളപ്പനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തൽക്കാലം ഇത്രയും ഇരിക്കട്ടെ. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഉദ്യോഗാർത്ഥികൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പൊ നമുക്കെല്ലാം അറിയാം, ഗാന്ധിജി 5 തവണയാണ് കേരളത്തിൽ സന്ദർശനം നടത്തിയത്. ആദ്യ സന്ദർശനം 920 മുതൽ ഇങ്ങോട്ട് ആരംഭിക്കും. നമുക്ക് അതൊക്കെ അറിയാം. പക്ഷേ ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് എന്ന കഥയും നിങ്ങൾക്കറിയാം. പക്ഷേ ഇവിടുത്തെ ചോദ്യം ഏതാണ്? ഗാന്ധിജിയുടെ കേരള സന്ദർശനവും ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ എ പാലക്കാട്, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. 4 ഓപ്ഷൻ പറയാമോ? ശബരി ആശ്രമം എവിടെയാണെന്ന്? ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ. അത് പാലക്കാട് ആണ് ശരി ഉത്തരം. ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. അല്ലേ? ആരാണ് ശബരി ആശ്രമത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്? നിങ്ങൾ കേട്ട് കാണും അല്ലേ? അതായത് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ച നേതാവിന്റെ പേരാണ് TR കൃഷ്ണസ്വാമി അയ്യർ എന്നൊരു നേതാവുണ്ട്. TR കൃഷ്ണസ്വാമി അയ്യർ. മറന്നുപോരുത്. പാലക്കാട് ശബരി ആശ്രമത്തിന്റെ സ്ഥാപകൻ, ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ആശ്രമമാണ് ശബരി ആശ്രമം. ഇത് സ്ഥാപിച്ച വ്യക്തിയുടെ പേര് TR കൃഷ്ണസ്വാമി അയ്യർ. TR കൃഷ്ണസ്വാമി അയ്യർ. പാലക്കാട് ശബരി ആശ്രമം സ്ഥാപിച്ചത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. ശബരി ആശ്രമത്തിനെ അറിയപ്പെടുന്നത് കേരള സബർമതി എന്നാണ്. ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായിരുന്ന കസ്തൂർബ ഗാന്ധിയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ സന്ദർശനം നടത്തിയ ആശ്രമം ഏത് ചോദിച്ചാൽ ശബരി ആശ്രമം പാലക്കാടാണ്. കേരള സബർമതി എന്നാണ് ഗാന്ധിജി ഈ ആശ്രമത്തിനെ വിളിച്ചത്. അപ്പൊ ചോദിക്കാം, കേരള സബർമതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ആശ്രമമാണ് പാലക്കാട് ശബരി ആശ്രമം. സ്ഥാപിച്ചത് TR കൃഷ്ണസ്വാമി അയ്യർ. TR കൃഷ്ണസ്വാമി അയ്യർ പ്രമുഖനായ ഒരു നേതാവാണ്, ഗാന്ധിയനാണ്. പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ച നേതാവിന്റെ പേരും TR കൃഷ്ണസ്വാമി അയ്യരാണ്. ഇതേ TR കൃഷ്ണസ്വാമി അയ്യർ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ മാതൃകയെ, യങ് ഇന്ത്യ മാസികയെ, യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കിക്കൊണ്ട് ആരംഭിച്ച ഒരു മാസികയാണ് യുവഭാരതം. യങ് ഇന്ത്യ ഉണ്ടോ? അപ്പൊ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ മാസികയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രചോദിതമായിക്കൊണ്ട് ആരംഭിച്ച മാസികയുടെ പേര് യുവഭാരതം. ആരംഭിച്ചത് വേറെ ആരുമല്ല, TR കൃഷ്ണസ്വാമി അയ്യർ. TR കൃഷ്ണസ്വാമി അയ്യർ ആരംഭിച്ച ശബരി ആശ്രമമാണ്. ഈ ശബരി ആശ്രമത്തിന് സമീപത്തായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രത്യേകത, ഇന്ത്യയിൽ തന്നെ ആദ്യമായി അവർണർക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെട്ട ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ പേര് കേട്ട് കാണും നിങ്ങൾ, കൽമാടം അയ്യപ്പ ക്ഷേത്രം. കൽമാടം. ഇന്ത്യയിൽ തന്നെ ആദ്യമായി അവർണർക്ക് തുറന്നു കൊടുക്കപ്പെട്ട ക്ഷേത്രമാണ് കൽമാടം അയ്യപ്പ ക്ഷേത്രം. അവർണർക്ക് വേണ്ടി ഈ ക്ഷേത്രം തുറന്നു കൊടുത്തത് സാക്ഷാൽ കസ്തൂർബ ഗാന്ധിയാണെന്നും നിങ്ങൾ ഓർത്തിരിക്കും. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാണ്? ശബരി ആശ്രമം, പാലക്കാട്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? കുറിച്യർ കലാപത്തെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു. അതിൽ തെറ്റായ പ്രസ്താവന ഏത്? 1, കലാപം നടന്നത് 1812 ശരിയല്ലേ? തെറ്റല്ലേ കണ്ടുപിടിക്കാൻ പറയും. ഇത് ശരിയാണ്. പിന്നെയോ, കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. തെറ്റ്. കലാപത്തെ അടിച്ചമർത്താനല്ല, കലാപത്തിന്റെ നേതാവായിരുന്നു രാമനമ്പി. ഇത് തെറ്റാണെന്ന് കണ്ടെത്തി. തെറ്റ്. ഈ പ്രസ്താവന തെറ്റ്. പിന്നെ കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. പ്രധാനപ്പെട്ട നേതാവൊന്നും ആയിരുന്നില്ല പാലിയത്തച്ഛൻ. അങ്ങനെ ഒരാളെ വധിച്ചിട്ടുമില്ല. വെൻകോലൻ കേളുവിനെ തൂക്കിലേറ്റുകയാണ് ഉണ്ടായത്. അപ്പൊ ഇത് തെറ്റ്. മൂന്നാമത്തെ പ്രസ്താവന. 4, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ശരിയാണ് അല്ലെ? ടു എക്സ്പെൽ റൗണ്ട് ഹാറ്റ്സ് എന്നായിരുന്നു മുദ്രാവാക്യം. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക. അപ്പൊ അത് ശരി. അപ്പൊ ഇവിടെ തെറ്റായ പ്രസ്താവന 2 and 3 എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. എവിടെയുണ്ട്? ദാ കിടക്കുന്ന ഓപ്ഷൻ സി ആണ് ശരി. 2ഉം 3ഉം ആണ് തെറ്റായ പ്രസ്താവന. മനസ്സിലായോ? അപ്പൊ നമുക്കറിയാം, കുറിച്യർ കലാപം ഇന്ത്യയിൽ നടന്ന
ഇണ്ണം പറഞ്ഞ ഗിരിവർഗ ഗോത്ര കലാപങ്ങളിൽ സാന്താൾ കലാപം, മുണ്ട കലാപം, ഖാസി കലാപം പോലെ ചരിത്രത്തിൽ ഇടം നേടിയ ഒന്നാണ് കുറിച്യർ കലാപം. കേരളത്തിലെ ഏക ഗിരിവർഗ കലാപം എന്നറിയപ്പെടുന്ന ഒന്നാണ് കുറിച്യർ കലാപം. 1812 ഈ സമരം നടക്കുക. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി എന്ന നേതാവ്. രാമനമ്പി. കുറിച്യർ കലാപം, ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആദിവാസി ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്യരും കുറുമ്പരും. കുറിച്യരുടെയും കുറുമ്പരുടെയും നേതൃത്വത്തിലാണ് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം. ദക്ഷിണേന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ നടന്ന ഒരേ ഒരു ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യർ കലാപം എന്നറിയപ്പെട്ട ഈ സമരം. കുറിച്യർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാം ചോദിച്ചാൽ, ഒന്ന്, അടിസ്ഥാന കാരണം മിസ്റ്റേക്കൻ റവന്യൂ പോളിസി ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി സമ്പ്രദായമാണ്. ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയതും നികുതി പണമായി തന്നെ അടയ്ക്കാൻ നിർബന്ധിച്ചതും നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതുമായിരുന്നു പ്രധാനപ്പെട്ട സംഭവം. ഇതോടുകൂടി നികുതി പണമായി തന്നെ അടച്ചേ പറ്റൂ. കാരണം ഈ ആദിവാസി ഗോത്ര വിഭവങ്ങൾ നമുക്കറിയാമല്ലോ, വനവിഭവങ്ങൾ മരവരിയും കോലരക്കും തേനും ഇതൊക്കെയാണ് പ്രതിഫലമായി പലപ്പോഴും നൽകാറുള്ളത്. ഇതിനു പകരം പണമായി തന്നെ അടയ്ക്കണം എന്ന വാശി, എന്ന നിർബന്ധം ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ചു. ഈ സാഹചര്യത്തിൽ പോരാട്ടമല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ഗിരിവർഗ ജനത പോരാട്ടത്തിന് ഇറങ്ങുകയായിരുന്നു. കുറിച്യർ കലാപത്തിന്റെ ഭാഗമായി 1812 കുറിച്യർ കലാപം. കേവലം ഒരു മാസം കൂടി പിടിച്ചു നിർക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, കലാപകാരി കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ് ചോദിച്ചു? തലശ്ശേരി സബ് കളക്ടർ ആയിരുന്ന ആരാണ്? TH ബേബർ ആണ് പറഞ്ഞത്. ഓർത്തിരിക്കണം, ഒരു മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിർക്കാൻ കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ അധീനതയിലായേനെ എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരനാണ് TH ബേബർ. നമുക്കറിയാം, കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം. കുറിച്യർ കലാപത്തെ അടിച്ചമർത്തിയത് 1812 തന്നെ മെയ് 8 ഇതിനെ അടിച്ചമർത്തി. പ്രധാനപ്പെട്ട നേതാക്കന്മാരായ പ്ലാക്കച്ചന്തു, 1000 മീറ്റിൽ കോന്തപ്പൻ, രാമനമ്പി തുടങ്ങിയവർ ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. അല്ലെ, വാരിക്കുന്തവും അതുപോലെ തന്നെ അമ്പും മില്ലുമായി പോരാടിയ ഈ ഗോത്രവർഗ ജനത, അവരുടെ ധീരമായ പോരാട്ടം, അവരെ തോക്കിൻ കൊടിൽ കൊണ്ട് നേരിടാൻ ബ്രിട്ടീഷുകാർക്ക് നിഷ്പ്രയാസം കഴിയുകയും പ്രധാനപ്പെട്ട 3 പേർ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. ഒന്ന് രാമനമ്പിയാണ്, മറ്റൊന്ന് പ്ലാക്കച്ചന്തുവാണ്, 1000 മീറ്റിൽ കോന്തപ്പൻ എന്നിവരാണ് വധിച്ചത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഗോത്രവർഗ നേതാവിനെ ബ്രിട്ടീഷുകാർ പിടിച്ചു നാട്ടുകാരുടെ മുമ്പിൽ കഴുമരമേറ്റി. പേര് വെൺകോലൻ കേളു. ഉണ്ടോ? മറ്റൊരു പ്രമുഖ നേതാവായ വെൺകോലൻ കേളുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു. വെൺകോലൻ കേളുവിനെ തൂക്കിലേറ്റി എന്ന കഥയും നിങ്ങൾ ഓർത്തിരിക്കണം. കുറിച്യർ കലാപം എന്ന പോരാട്ടം. നോക്കൂ ഉദ്യോഗാർത്ഥികളെ, നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരാം. അടുത്ത ചോദ്യം ഇതാണ്: യോഗക്ഷേമ സഭ രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തത് ആരാണെന്നാണ്. യോഗക്ഷേമ സഭ രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് ആരെന്നാണ് ഈ ചോദ്യം. ഓപ്ഷൻ എ മന്നത്ത് ബ്രഹ്മനാഭൻ, ഓപ്ഷൻ ബി VT ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ, ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ഇവിടുത്തെ ശരി ഉത്തരം ആരാണ്? യോഗക്ഷേമ സഭ. ആരായിരിക്കും? VT ഭട്ടതിരിപ്പാടാണ് ശരി. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് VT ഭട്ടതിരിപ്പാട്. അറിയാമല്ലോ. മന്നത്ത് പത്മനാഭൻ രൂപം നൽകിയ സംഘടനയാണ് നിങ്ങൾക്കറിയാം NSS, നായർ സർവീസ് സൊസൈറ്റി. അല്ലെ, NSSന്റെ ആദ്യ ജനറൽ സെക്രട്ടറി മന്നത്ത് ബ്രഹ്മനാഭൻ, ആദ്യ പ്രസിഡന്റ് K കേളപ്പൻ. NSS, നായർ സർവീസ് സൊസൈറ്റി. NSSന്റെ ധനശേഖരണാർത്ഥമുള്ള പ്രോഗ്രാമിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഗാനമാണ് അഖിലാണ്ട മണ്ഡപം അണിയിച്ചൊരുക്കി. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ഗാനം. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. ഗാനം എഴുതിയത് പന്തളം KP രാമൻപിള്ള. മന്നത്ത് ബ്രഹ്മനാഭൻ അറിഞ്ഞിരിക്കാം, മന്നത്തിന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. മന്നത്ത് ബ്രഹ്മനാഭന്റെ ആത്മകഥ എന്റെ ജീവിത സ്മരണകൾ. മന്നത്തിന്റെ വിഖ്യാതമായ ജാഥയാണ്. ആർക്ക് പറയാം? 1947 വിഖ്യാതമായ ജാഥയാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഏതാണ്? വിഖ്യാതമായിട്ടുള്ള പ്രസംഗമാണ്. ജാഥകൾ 2 ഉണ്ട്, അത് പറഞ്ഞുതരാം. അത് ഒന്ന് സവർണ ജാഥ, മറ്റൊന്ന് വിമോചന സമരവുമായി ബന്ധപ്പെട്ട ജീവശിഖ ജാഥ. 2 നടത്തിയത് മന്നത്ത് ബ്രഹ്മനാഭനാണ്. ഇവിടെ 1947 മന്നത്ത് ബ്രഹ്മനാഭന്റെ വിഖ്യാതമായ ഒരു പ്രസംഗമുണ്ട്, ഫേമസ് സ്പീച്ച് ഓഫ് മന്നത്ത് ബ്രഹ്മനാഭൻ. ആ
പ്രസംഗത്തിന്റെ പേര് മുതുകുളം പ്രസംഗം. മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണെന്ന് പറഞ്ഞിരിക്കുക. 1924 നവംബർ 1 സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. 1959 അദ്ദേഹം നയിച്ച മറ്റൊരു ജാഥയാണ് അങ്കമാലി മുതൽ പേട്ട വരെ നടത്തിയ ജാഥയാണ് ജീവശിഖ ജാഥ. അത് വിമോചന സമരവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ വൈകുണ്ഠസ്വാമികൾ നമുക്കറിയാം, സമത്വ സമാജം പോലെയുള്ള സംഘടനകൾ, തുവയൽ പന്തി കൂട്ടായ്മ പോലെയുള്ള സംഘടനകളൊക്കെ രൂപീകരിച്ച ഒരു വലിയ നേതാവാണ് വൈകുണ്ഠസ്വാമികൾ. വാഗ്ഭടാനന്ദൻ നമുക്കറിയാം, അഭിനവ കേരളം എന്ന എന്താ പറയുക, ആത്മവിദ്യാ സംഘമൊക്കെ ആരംഭിച്ച് അഭിനവ കേരളം എന്ന പത്രമൊക്കെ സ്ഥാപിച്ച വ്യക്തിയാണ്. കേട്ടിട്ടില്ലേ? ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്തിന്റെ ആപ്തവാക്യമാണ്? വാഗ്ഭടാനന്ദന്റെ അഭിനവ കേരളം എന്ന പത്രത്തിന്റെ ആപ്തവാക്യമാണ്. പ്രീതി ഭോജനമൊക്കെ സംഘടിപ്പിച്ച ആളാണ് ആര്? സാക്ഷാൽ വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നറിയപ്പെടുന്ന വാഗ്ഭടാനന്ദൻ. അപ്പൊ ഇവിടുത്തെ യോഗക്ഷേമ സഭ രൂപീകരിച്ചത് വി.ടി. ഭട്ടതിരിപ്പാടിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, പ്രശസ്തനായ ഒരു സാമൂഹിക വികർത്താവാണ്. നമ്പൂതിരി സമുദായത്തിലാണ് ജനനം. 1896 മാർച്ച് 26 ജനനം. 1896 മാർച്ച് 26 ജനനം. 982 മരിക്കുന്നത്. പൊന്നാനി താലൂക്കിലെ മേഴത്തൂർ എന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിന്റെ ജനനം. പിതാവ് മേഴത്തൂർ തുപ്പൻ ഭട്ടതിരിപ്പാട്. ഉണ്ടോ? മേഴത്തൂർ തുപ്പൻ ഭട്ടതിരിപ്പാട് പിതാവ്. ശ്രീദേവി അന്തർജനമാണ് മാതാവ്. പൂർണ്ണനാമം വെള്ളത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ പൂർണ്ണമായ പേരാണ് വെള്ളത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്. വെള്ളത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ് വി.ടിയുടെ യഥാർത്ഥ പേര്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, വെള്ളത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്. അല്ലേ? കേരള നവോത്ഥാനത്തിന്റെ ചരിത്രത്തിൽ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങിയതിന്റെ പേരിൽ സ്വന്തം തറവാട്ടിൽ നിന്നും ബഹിഷ്കൃതനാകിയതിനെ തുടർന്നാണ് വി.ടി. തൃത്താല താലൂക്കിൽ ആലത്തൂരിൽ രസിക സദനം നിർമ്മിച്ചു. കണ്ടോ? തൃത്താല താലൂക്കില് രസിക സദനം ആരുടെ വീട്ടുപേരാണ് എന്ന് ചോദിക്കുമ്പോൾ ആരുടെയാണ്? വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ആണെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്പൂതിരി സമുദായ പരിഷ്കർത്താവ് എന്നറിയപ്പെട്ട ഒന്ന് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. കറുത്ത പട്ടേരി ചോദ്യം. കറുത്ത പട്ടേരി എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്, നവോത്ഥാന നായകൻ ആര് ചോദിച്ചാൽ വി.ടി. ഭട്ടതിരിപ്പാട്. കറുത്ത പട്ടേരി എന്നറിയപ്പെട്ട ആളാണ് ആര്? വി.ടി. ഭട്ടതിരിപ്പാട്. അറിയുക. അതുപോലെ ബ്രഹ്മാലയത്തിലും ദേവാലയത്തിലും അവർണർക്ക് പ്രവേശനം നൽകാൻ വേണ്ടി ശക്തമായി രംഗത്ത് വന്ന ആളാണ് ആര്? നമ്മുടെ വി.ടി. ഭട്ടതിരിപ്പാട് എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒരു തീയാടി പെൺകുട്ടിയുടെ ശിശുത്വം സ്വീകരിച്ച് അക്ഷരാഭ്യാസം, കാരണം യൗവനകാലം വരെ നിരക്ഷരനായിരുന്ന ഒരു നവോത്ഥാന നായകനാണ് വി.ടി. ഭട്ടതിരിപ്പാട്. ഒരു തീയാടി പെൺകുട്ടിയിൽ നിന്നും ശിഷ്യത്വം സ്വീകരിച്ച് അക്ഷരങ്ങൾ പഠിക്കാൻ ആരംഭിച്ചു. വി.ടിയുടെ ആദ്യ ഗുരു തീയാടി പെൺകുട്ടിയാണ്. അദ്ദേഹം അക്ഷരങ്ങൾ പഠിച്ചിട്ട് ആദ്യം വായിച്ച വാക്ക് ചരിത്രത്തിൽ ഇടം നേടി. കേട്ട് കാണും നിങ്ങൾ. എന്താണ്? അതാണ് ആ വാക്കാണ് മാൻമാർക്ക് കുട. മാൻമാർക്ക് കുട എന്ന പേരാണ്. ഓർത്തിരിക്കണം അല്ലേ? വി.ടി. ശിശുത്വം സ്വീകരിച്ചത് തീയാടി പെൺകുട്ടിയിൽ നിന്നാണ്. അദ്ദേഹം ആദ്യമായിട്ട് കൂട്ടി വായിച്ച വാക്ക് മാൻമാർക്ക് കുട എന്നാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം അല്ലേ? അന്തർജന സമാജം, ബഹുജന സമൂഹം എന്നിവ സ്ഥാപിച്ചു. അന്തർജന സമാജം, ബഹുജന സമാജം എന്നിവയെല്ലാം സ്ഥാപിച്ചത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. ബ്രാഹ്മണ സമുദായത്തിൽ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയും ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. കുടുംബമുറിക്കൽ സമരം, മിശ്ര ഭോജനം, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം എന്നിവയ്ക്കെല്ലാം നേതൃത്വം കൊടുത്തത് വി.ടി. ഭട്ടതിരിപ്പാടാണ് എന്ന കഥയും നമുക്കറിയാം. നമ്പൂതിരി സമുദായത്തിൽ അവകാശങ്ങൾ പരിഹരിക്കാൻ 1908 രൂപം കൊണ്ട സംഘടനയാണ് യോഗക്ഷേമ സഭ. ചോദിക്കാം, നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനും ആ ഭാഗത്തു നിന്നായിരുന്നു. ശരിയല്ലേ? യോഗക്ഷേമ സഭ രൂപീകരിച്ചത് ആര്? ഉത്തരം വി.ടി. ഭട്ടതിരിപ്പാട്. 1908 ജനുവരി 31 യോഗക്ഷേമ സഭയുടെ പ്രവർത്തനം ആരംഭിച്ചത്. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? പ്രസിഡന്റ് ചോദിച്ചാൽ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. നോക്കുക, യോഗക്ഷേമ സഭ പുറത്തിറക്കിയ മാസികകളാണ് യോഗക്ഷേമം മാസിക, ഉണ്ണി നമ്പൂതിരി. എന്നാൽ യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏത് എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ അതിന്റെ ഉത്തരം മംഗളോദയം എന്നാണ്. മറക്കരുത്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പത്രമാണ്? മംഗളോദയം. മംഗളോദയമാണ് യോഗക്ഷേമ സഭയുടെ മുഖപത്രം. മംഗളോദയം മാസികയുടെ ആദ്യ എഡിറ്റർ ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പ്രശസ്തനായ ഒരാളാണ്. പറയാമോ? കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്ന് പാടിയ കവി.
കപടലോകത്തിന് ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് എൻ്റെ പരാജയം. ആരാണ്? ചങ്ങമ്പുഴ. ഉണ്ടോ? അപ്പോ നമ്മുടെ യോഗക്ഷേമ സഭയുടെ മുഖപത്രമായിരുന്ന മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്ററാണ് ചങ്ങമ്പുഴ. മനസ്സിലാവും, ഒക്കെ ഓർത്തിരിക്കണം. അതുപോലെ നമ്പൂതിരി സമുദായത്തിലെ അവശതകൾ പരിഹരിക്കാൻ യോഗക്ഷേമ സഭ രൂപീകരിച്ചു എന്നൊക്കെ നമുക്കറിയാം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം നമ്മൾ പറയുകയും ചെയ്തു. യോഗക്ഷേമ സഭയ്ക്ക് ഒരു മുദ്രാവാക്യം എന്താണ്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക, നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നായിരുന്നു യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം. മംഗളോദയമാണ് മുഖപത്രം. ബഹുഭാര്യത്വം നിരോധിക്കുക, വിധവാ പുനർവിവാഹം നടപ്പിലാക്കുക, വൃദ്ധവിവാഹം തടയുക എന്നിവയായിരുന്നു യോഗക്ഷേമ സഭയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ എന്നെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ജാതീയതയെ ചോദ്യം ചെയ്തുകൊണ്ട് സ്വന്തം ഭാര്യ സഹോദരി അന്യ സമുദായക്കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച നവോത്ഥാന നായകനാണ് രവി. അതുകൊണ്ടാണ് മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച ആദ്യ നമ്പൂതിരി സമുദായത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട് എന്നൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം, മറന്നു പോകരുത്. അതുപോലെ തന്നെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ പറയപ്പെട്ട യോഗക്ഷേമ സഭ യുടെ യുവജന വിഭാഗമാണ് നമ്പൂതിരി യുവജന സംഘം. കേട്ടിട്ടുണ്ടോ? നമ്പൂതിരി യുവജന സംഘം രൂപീകരിച്ചത് 1919. ഈ നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രമായിരുന്നു ഉണ്ണി നമ്പൂതിരി. ഉണ്ണി നമ്പൂതിരിയുടെ ആദ്യ എഡിറ്റർ സാക്ഷാൽ ആര് തന്നെ? ചങ്ങമ്പുഴയാണെന്നും ഓർത്തിരിക്കണം. അപ്പോ ഉണ്ണി നമ്പൂതിരി മാസികയുടെയും ആദ്യ എഡിറ്റർ ആരാണ്? ചങ്ങമ്പുഴയാണെന്ന് ഓർത്തിരിക്കണം. ആദ്യ അധ്യക്ഷൻ നമ്മൾ പറഞ്ഞു യോഗക്ഷേമ സഭയുടെ ആരാണ്? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരി. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് അയിത്തോച്ചാടനത്തിന് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം, ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് VT ആണ്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കാണുക, മനുഷ്യനെ മനുഷ്യനായും. ഇതെല്ലാം പറഞ്ഞത് VTയുടെ വാക്കുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? VT ഭട്ടതിരിപ്പാടിന്റെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. എന്താണ്? കല്ലിനെ കല്ലായും മനുഷ്യനെ മനുഷ്യനായും കാണുക. അയിത്തോച്ചാടനത്തിന് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം. ചോദിക്കാം, അയിത്തോച്ചാടനത്തിന് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലേഖന മുഖപ്രസംഗം VT ഭട്ടതിരിപ്പാട് എഴുതിയത് ഏത് മാസികയിൽ? ഉത്തരം ഉണ്ണി നമ്പൂതിരി മാസികയിൽ. എന്തുമായി ബന്ധപ്പെട്ട്? ഉത്തരം ഗുരുവായൂർ സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് എഴുതപ്പെട്ട ലേഖനമാണ് അയിത്തോച്ചാടനത്തിന് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന മുദ്രാവാക്യം. നിങ്ങളതെല്ലാം പ്രധാനമായിട്ടും ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ പറഞ്ഞത്? VT ഭട്ടതിരിപ്പാടിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളെല്ലാം നമ്മൾ പറയുകയും ചെയ്തു. പിന്നീട് നമുക്കെല്ലാം അറിയാം വളരെ പ്രധാനപ്പെട്ട മാസികകൾ ഉണ്ണി നമ്പൂതിരി പോലെ, യോഗക്ഷേമം, അതുപോലെ എന്താണ് പാശുപതം. ഉണ്ടോ? അപ്പോ പ്രധാനമായിട്ട് യോഗക്ഷേമ മാസിക, ഉണ്ണി നമ്പൂതിരി എന്നീ പത്രങ്ങൾക്കെതിരായി പിന്തിരിപ്പൻ ചിന്താഗതിക്കാർ പുറത്തിറക്കിയ പത്രമാണ് സുദർശനം. പിന്തിരിപ്പൻകാർ പുറത്തിറക്കിയ പത്രമാണ് സുദർശനം. സുദർശനത്തിന്റെ വാദങ്ങളെ പൊളിക്കാൻ, തകർക്കാനായി വീണ്ടും പുറത്തിറക്കിയ പത്രമാണ് പാശുപതം. പാശുപതം എന്നൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. അമ്പലങ്ങളിൽ ആരാധനയ്ക്ക് പകരം അനാചാരങ്ങളാണ് വാഴുന്നതെങ്കിൽ തീ കൊളുത്തുക തന്നെ വേണം. ധാർമ്മിക രോഷത്തോടെ ഉണ്ണി നമ്പൂതിരി VT എഴുതിയ ലേഖനം ഗുരുവായൂർ സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ടാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഈ കൊച്ചി സർക്കാർ ഈ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച കുറ്റത്തിന് കണ്ടുകെട്ടിയ നിരോധിച്ച പത്രം കൂടിയാണ് ഉണ്ണി നമ്പൂതിരി എന്നൊക്കെ അറിയുക. VTയുടെ ആത്മകഥയായ കണ്ണീര് കിനാവിലും VT പറയുന്നുണ്ട്, താൻ പെട്ടെന്ന് ഒരു നിമിഷം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തീയാടി പെൺകുട്ടിയിൽ നിന്നും അക്ഷരം പഠിച്ചു. അക്ഷരം പഠിക്കാൻ, വായിക്കാനും കൂട്ടി വായിക്കാനും കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹത്തിന് അനുഭവം. നിശീതിനിയുടെ നിശബ്ദതയിൽ ലോകം കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ ഞാൻ അക്ഷരങ്ങൾ വായിലിട്ടു ചവച്ചു. വിറയാർന്ന കൈകൾ കൊണ്ട് വീണ്ടും വീണ്ടും കുത്തിക്കുറിച്ചു. എങ്ങു നിന്നോ പറന്നെത്തിയ ഒരു തീപ്പൊരി ഉണങ്ങി വരേണ്ട ചപ്പീലക്കൂട്ടങ്ങളെ ആളിക്കത്തിക്കുന്ന പോലെയായിരുന്നു അത് എന്ന് പറഞ്ഞത് സാക്ഷാൽ VT ഭട്ടതിരിപ്പാടാണ്. നമ്മൾ ഓർത്തിരിക്കണം, മറക്കരുത്. അപ്പൊ എന്താണെങ്കിലും ശരി, VTയുടെ കണ്ണീരും കിനാവും എന്ന ആത്മകഥ നമ്മൾ പറഞ്ഞതാണ്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ ലേഖനം വന്നത്. ഉണ്ണി നമ്പൂതിരി മാസികയ്ക്ക് വേണ്ടി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട നേതാവാണ്. ഓർത്തിരിക്കണം, ആരാണ്? EMS നമ്പൂതിരിപ്പാട് എന്നല്ല ഓർത്തിരിക്കണം. VTയുടെ പ്രധാനപ്പെട്ട നാടകമാണ്, നിങ്ങൾ കേട്ട് കാണും, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. സ്ത്രീ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അല്ലെ? നമുക്കറിയാം, കൊച്ചി നിയമസഭയിൽ അതിവേതനത്തിനെതിരായി അവതരിപ്പിച്ച ബില്ല് ഐകകണ്ഠേന പാസ്സാക്കാൻ കാരണമായ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊക്കെയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതിയത് VT ഭട്ടതിരിപ്പാട്. ആദ്യമായി ഈ നാടകം പ്രദർശിപ്പിച്ചത് 1929. എവിടെയാണ്?
തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നി എന്ന സ്ഥലം, തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നിയിലാണ് ഈ നാടകം ആദ്യമായി പ്രദർശിപ്പിച്ചത് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം, മറക്കരുത്. ഓക്കെ അല്ലേ? VT ഭട്ടതിരിപ്പാടിന്റെ രണ്ടാമത്തെ നാടകമാണ് കരിഞ്ചന്ത എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. വിധവാ വിവാഹം പ്രമേയം പാസ്സാക്കിയ സംഘടനയാണ് യോഗക്ഷേമ സഭ എന്നും കൂടെ ഓർത്തിരിക്കണം. വീട്ടിന്റെ ആദ്യ നാടകം അടുക്കളയിൽ നരകത്തേക്ക്, രണ്ടാമത്തെ നാടകമാണ് ഏത്? കരിഞ്ചന്ത എന്നൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുകയും വേണം, മറന്നുപോലെ. അപ്പൊ VT ഭട്ടതിരിപ്പാടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടു പ്രധാനപ്പെട്ട ജാഥകൾ ഓർത്തിരിക്കണം. ഒന്ന് യാചനായാത്ര, രണ്ട് സാമൂഹിക പരിഷ്കരണ ജാഥ. രണ്ട് ജാഥകൾ VT നയിച്ചു. VT ഭട്ടതിരിപ്പാടിന്റെ പ്രധാനപ്പെട്ട ജാഥ 1931 ആരംഭിച്ചു. 38 ദിവസം നീണ്ടുനിന്ന ഈ ജാഥയുടെ പേര് യാചനായാത്ര. അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നമ്പൂതിരി യുവാക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആരംഭിച്ച യാത്രയാണ്. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ പല ജാഥകളുടെ റൂട്ട് ചോദിക്കാറുണ്ട്. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ നടത്തിയ ജാഥയാണ് യാചനായാത്ര. 31 VT ഭട്ടതിരിപ്പാട്. ഇനി രണ്ടാമത്തെ ജാഥ 1968 VT നടത്തിയത്. അതിന്റെ പേര് സാമൂഹിക പരിഷ്കരണ ജാഥ എന്നാണ്. സാമൂഹിക പരിഷ്കരണ ജാഥ. എവിടെ മുതൽ എവിടം വരെ? കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മുതൽ തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി, കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ നടത്തിയ ജാഥയാണ് സാമൂഹിക പരിഷ്കരണ ജാഥ. രണ്ടും നടത്തിയത് ആര് തന്നെ? VT ഭട്ടതിരിപ്പാടാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. സാമൂഹ്യ പരിഷ്കരണ ജാഥ നടത്തിയ വർഷം കണ്ടോ? 1968 സാമൂഹ്യ പരിഷ്കരണ ജാഥ നടത്തിയെന്നൊക്കെ ഓർത്തിരിക്കുക. VTയുടെ ആത്മകഥ നമുക്കറിയാം, എന്താണ്? കണ്ണീരും കിനാവ്. എന്നാൽ VTയുടെ ആത്മകഥാംശമുള്ള കൃതിയായി പറയപ്പെടുന്ന ഒന്നാണ്, കേട്ട് കാണും നിങ്ങൾ, അതിന്റെ പേര് കർമ്മ വിഭാഗം എന്നാണ്. കണ്ടോ? VTയുടെ ആത്മകഥയായി പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കൃതിയാണ് കർമ്മ വിഭാഗം എന്നോർത്ത്. കർമ്മ വിഭാഗം ആത്മകഥാപരമായ രചനയാണ്. കണ്ടോ? കർമ്മ വിഭാഗം. VTയുടെ പ്രമുഖ രചനകളിൽ ആത്മകഥയുടെ രണ്ടാം ഭാഗം എന്നറിയപ്പെട്ട കൃതി ദക്ഷിണായനം. കണ്ടോ? VTയുടെ ആത്മകഥയുടെ രണ്ടാം ഭാഗം എന്നറിയപ്പെട്ട കൃതി ചോദിച്ചാൽ ആത്മകഥ ഒന്നേ ഉള്ളൂ, കണ്ണീരും കിനാവും. ആത്മകഥാംശമുള്ള കൃതി കർമ്മ വിഭാഗം. ആത്മകഥയുടെ രണ്ടാം ഭാഗം എന്നറിയപ്പെട്ട കൃതി ദക്ഷിണായനം. ഉണ്ടോ? VTയുടെ മറ്റു കൃതികൾ വിഷുക്കൈ നീട്ടം, കണ്ണീരിങ്ങിനാവും, കാലത്തിന്റെ സാക്ഷി, ദക്ഷിണായനം, കർമ്മ വിഭാഗം, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, ചക്രവാളങ്ങൾ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, രജനീരംഗം, കരിഞ്ചന്ത, വെടിവെട്ടം, പൊഴിഞ്ഞ പൂക്കൾ, എന്റെ മണ്ണ്, ചക്രവാളങ്ങൾ, പോംവഴി, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു. ഇതെല്ലാം VTയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പൊ VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ കണ്ണീരും കിനാവും. ഇംഗ്ലീഷ് പരിഭാഷ മൈ ടിയേഴ്സ് മൈ ഡ്രീംസ്. മൈ ടിയേഴ്സ് മൈ ഡ്രീംസ് എന്നാണ്. VTയുടെ ആത്മകഥാംശമുള്ള മറ്റൊരു കൃതിയാണ് കർമ്മ വിഭാഗം. VTയുടെ ആത്മകഥയുടെ രണ്ടാം ഭാഗമാണ് ദക്ഷിണായനം. കരിഞ്ചന്ത, കാലത്തിന്റെ സാക്ഷി, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, അല്ലെ? വിഷുക്കണി പ്രധാനപ്പെട്ട കൃതി, ചക്രവാളങ്ങൾ, പോംവഴി, ഉണ്ടോ? ഇത് വെടിവെട്ടം, രജനീ രംഗമാണ് ആദ്യ കൃതി. ഇതെല്ലാം പ്രധാനപ്പെട്ട VTയുടെ കൃതികളാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കുക. 2014 ഒക്ടോബർ 26 നടന്ന പരീക്ഷയ്ക്ക് സ്റ്റാഫ് നഴ്സ് പരീക്ഷയുടെ ചോദ്യമായിരുന്നു വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്ന കൃതി എഴുതിയതാര്? ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, വാഗ്ഭടാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ, VT ഭട്ടതിരിപ്പാട്. ഇവിടുത്തെ ഉത്തരം നമുക്കറിയാതെ തന്നെ VT ഭട്ടതിരിപ്പാട്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു ചോദ്യമാണ് യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം. മറ്റൊരു ചോദ്യം, യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം പറയാമോ? 1918 ആണോ? അല്ല. 906, 908, 908 ഇവിടുത്തെ ശരി ഉത്തരം. കണ്ടോ? അടുത്ത ദിവസത്തിലേക്ക് നോക്കുക. 1931 38 ദിവസം നീണ്ടുനിന്ന യാചനായാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? യാചനായാത്ര എന്ന് പേര് കേൾക്കുമ്പോഴേ അറിയാം ആര്? VT ഭട്ടതിരിപ്പാട്. യാചനായാത്ര VT ഭട്ടതിരിപ്പാട്. മാറിപ്പോകരുത്. പട്ടിണി ജാഥ AKG. പട്ടിണി ജാഥ AKG. ഇത് യാചനായാത്ര. ചോദിക്കുന്നു, യാചനായാത്ര എവിടെ മുതൽ എവിടം വരെയാണ്? പറയൂ. തൃശ്ശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെ, തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ നടത്തിയ യാത്രയാണ് യാചനായാത്ര. ലാസ്റ്റഡ് ഫോർ എ പീരീഡ് ഓഫ് എത്ര ദിവസം? 38 ദിവസം.
എന്തിനു വേണ്ടി? നിർധനരായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് പണം സമാഹരിക്കാൻ നടത്തിയ ജാഥയാണ് ഏത്? യാചന യാത്ര എന്നെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, LGS പരീക്ഷ സിലബസിനെ അടിസ്ഥാനമാക്കി കേരള PSC ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ വിശദീകരണവുമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പരിശോധിച്ചത്. കൂടുതൽ ചോദ്യങ്ങളും അവയുടെ ഡിസ്കഷനുമായി നമുക്ക് തൊട്ടടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.